ഇടുക്കി അടിമാലിക്ക് സമീപം ദേശീയപാതയിൽ മണ്ണിടിഞ്ഞ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ ദമ്പതികളിൽ ഒരാളാണ് മരിച്ചത്. അടിമാലി ലക്ഷംവീട് ഉന്നതിയിലുള്ള ബിജുവാണ് മരിച്ചത്. മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിനൊടുവിൽ ബിജുവിന്റെ ഭാര്യ സന്ധ്യയെ പുറത്തെടുത്തിരുന്നു. സന്ധ്യയെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ബിജുവിന്റെ സംസ്കാരം ഇന്ന് നടക്കും. മുഹമ്മദ് ആഷിഖ് വിശദാംശങ്ങൾ നൽകാനായി ചേരുന്നു അടിമാലിയിൽ നിന്ന്. ആഷിഖ്, എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? ഇനിയിപ്പോൾ ബിജുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തണം. ഒപ്പം സന്ധ്യയുടെ ആരോഗ്യസ്ഥിതി എന്താണ് എന്നറിയണം. അവർക്ക് കാര്യമായ പരിക്കുകൾ ഉണ്ടോ എന്നറിയണം. ഇനി ആ മണ്ണിടിഞ്ഞ ഭാഗത്ത് എന്തൊക്കെയാണ് വേഗത്തിൽ ചെയ്തു തീർക്കേണ്ടതുള്ളത് എന്നതും കൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? സുഫീദീൻ, അത് തന്നെയാണ്. ഇപ്പോൾ മാറ്റിപ്പാർപ്പിച്ച ദുരിതാശ്വാസ ക്യാമ്പിൽ ഉണ്ടായിരുന്ന ആളുകൾ തിരികെ വീടുകളിലേക്ക് എത്തി എന്നുള്ളതാണ്. അതിൽ വീടുകൾ പൂർണ്ണമായും നശിച്ചു പോയവർ നിസ്സഹായരായി നോക്കി നിൽക്കുകയാണ്. തങ്ങളുടെ വീടുകളിൽ നിന്ന ഭാഗത്ത് മണ്ണിടിഞ്ഞു വീണത് നിസ്സഹായരായി നോക്കി നിൽക്കുന്ന മനുഷ്യരെയാണ് ഇവിടെ ആദ്യം കാണാനാവുക. പിന്നീട് നോക്കിയാൽ ഇതിന്റെ തൊട്ടടുത്തുള്ള മറ്റു വീടുകൾ, അപകടം സംഭവിക്കാത്ത വീടുകൾ, എന്നാൽ അപകടാവസ്ഥയിലാണ്. വീണ്ടും മണ്ണിടിഞ്ഞാൽ ഒരുപക്ഷെ അപകടം സംഭവിക്കാവുന്ന വീടുകളുണ്ട്. അവരൊക്കെ ഇവിടുന്ന് മാറി താമസിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. ഇന്നലെ വൈകിട്ട് വളരെ വേഗത്തിലാണ് സാധന സാമഗ്രികളെല്ലാം ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ടാണ് അവർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറിയിരുന്നത്. സാധനങ്ങളൊന്നും എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവർ ഇവിടുന്ന് മാറി താമസിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ഭൂരിഭാഗം വീടുകളും സാധനങ്ങൾ വാഹനങ്ങളിൽ കയറ്റി മറ്റൊരിടത്തേക്ക് മാറ്റാനുള്ള ശ്രമം നടത്തുകയാണ്. അതേസമയം നിസ്സഹായര ചില നിരവധി മനുഷ്യരുണ്ട്. നമുക്കറിയാം, ലക്ഷംവീട് കോളനിയാണ്, ഉന്നതിയിൽ താമസിക്കുന്ന ആളുകളാണ്. അവർക്ക് മാറി താമസിക്കാൻ ഇടമില്ലാത്ത ആളുകൾ കൂടിയുണ്ട്. നിസ്സഹായരായി എങ്ങോട്ട് പോകുമെന്നറിയാത്ത ചോദ്യവുമായി നിൽക്കുന്ന മനുഷ്യരെയും നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയും. ഏതായാലും ഇവിടുന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ള നടപടിക്രമങ്ങളിലേക്കാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രാദേശിക ജനപ്രതിനിധികൾ അടക്കമുള്ളവർ കടക്കുന്നത്. എല്ലാവരും തങ്ങളുടെ അവശേഷിക്കുന്ന എല്ലാ സമ്പാദ്യവും വാരി പൊറുക്കി ഇവിടെ നിന്ന് മാറി താമസിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. ഒരുപക്ഷെ ഇനി മഴയോ മറ്റോ പെയ്താൽ കൂടുതൽ മണ്ണിടിച്ചു പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് പരമാവധി വേഗത്തിൽ ഇവിടുന്ന് മാറുക എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ നിലവിൽ ലക്ഷ്യം വെക്കുന്നത്. അതേസമയം ഈ മണ്ണിനടിയിൽ പെട്ടുപോയ വീടുകൾ കൂടി തിരിച്ചെടുക്കേണ്ടത്, അതിനുള്ളിലുള്ള സമ്പാദ്യങ്ങളും മറ്റ് വിലപ്പെട്ട സാധനങ്ങളടക്കം തിരിച്ചെടുക്കേണ്ടതുണ്ട്. അതിനൊരു എക്സ്കവേഷൻ പ്രവർത്തനം കൂടി നടത്താനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഈ മണ്ണും കല്ലും അടക്കം നീക്കം ചെയ്തതിനു ശേഷം അതിനുള്ളിൽ പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകൾ, വിലപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവ വീണ്ടെടുക്കാനുള്ള ഒരു ആവശ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. അതിനെ ജില്ലാ ഭരണകൂടം അനുവദിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ വീടുകളിലെല്ലാം തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ പോലുള്ള പ്രധാനപ്പെട്ട ഈ ഗ്യാസ് സിലിണ്ടർ പോലെ അപകടം സൃഷ്ടിക്കാവുന്ന സാധനങ്ങൾ വീടുകൾക്കുള്ളിലുണ്ട്. ഇപ്പോൾ അല്പനേരം മുമ്പ് ഇവിടെ വലിയ തോതിലുള്ള ഗ്യാസിന്റെ മണം, LPG സിലിണ്ടറിന്റെ മണം അനുഭവപ്പെട്ടിരുന്നു. അത്തരത്തിൽ അപകട സാധ്യത കൂടി ഇനി നടക്കാൻ എക്സ്കവേഷൻ പ്രവർത്തനം നടത്തിയാൽ, അപ്പോൾ അത്തരം മുൻകരുതലുകൾ, നടപടികൾ കൂടി സ്വീകരിച്ചുകൊണ്ട് വേണം ഈ വീടിനുള്ളിൽ മണ്ണിനടിയിൽപ്പെട്ടുപോയ വീടിനുള്ളിലുള്ള സാധനങ്ങൾ വീണ്ടെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. ഏതായാലും ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, ഇന്നലെ വൈകിട്ട് മുന്നറിയിപ്പിന്റെ ഭാഗമായി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറി താമസിച്ച ആളുകൾ വീണ്ടും വരികയാണ്. അതിൽ ചിലവരുടെ വീട് പൂർണ്ണമായും മണ്ണിനടിയിൽ പെട്ടുപോയിരിക്കുന്നു. എങ്ങോട്ട് മാറി താമസിക്കണമെന്ന് അറിയാത്ത മനുഷ്യർ ആ കൂട്ടത്തിലുണ്ട്. അപകടാവസ്ഥയിലുള്ള, അല്ലെങ്കിൽ ഇനിയൊരുക്കെ മണ്ണ് ഇടിഞ്ഞു വീണാൽ അപകടത്തിൽ പെട്ടേക്കാവുന്ന വീടുകൾ ഈ ആഷിഖ്, അത് തന്നെയാണ്. ഇനിയിപ്പോൾ എങ്ങനെയാണ്? അതായത് ഈ സമയത്ത് നിലവിൽ അവിടെ വന്ന ആളുകൾ ഒരുപക്ഷെ സാധനങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോകുന്നുണ്ടാകും. അതിനപ്പുറത്തേക്ക് ഇനി ഇത്രയും അപകടാവസ്ഥയിലുള്ള ഒരു സ്ഥലത്തേക്ക് ഒരുപക്ഷെ ഈ മഴ കഴിഞ്ഞാൽ പോലും അവരെ മാറ്റി താമസിപ്പിക്കാൻ കഴിയുമോ? അതോ ഇവർക്കെല്ലാം വേറെ പാർപ്പിട സൗകര്യങ്ങൾ ഒരുക്കേണ്ടി വരുമോ? എന്താണ് ഇവരുടെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ? തീർച്ചയായും അത് തന്നെയാണ്. ഇവിടെ മാറി താമസിക്കാൻ ഇടമുള്ള ആളുകൾ മറ്റൊരിടം കണ്ടെത്തും എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ ഇല്ലാത്ത ആളുകൾ നിരവധിയുണ്ട് ഈ പ്രദേശത്ത് എന്നുള്ളതാണ്. എങ്ങോട്ട് മാറി താമസിക്കാനാണ് ഇപ്പൊ ആലോചിക്കുന്നത്? സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. പള്ളിയില് വെക്കാന്ന് ഇവിടുത്തെ പള്ളിയിലെ ഉസ്താദ് പറഞ്ഞു. അങ്ങോട്ട് മാറ്റാന്നുള്ള ഇതേ ഉള്ളൂ. ഇനി ഉസ്താദ് പറഞ്ഞാൽ അങ്ങോട്ട് മാറ്റാം, അല്ലാണ്ട് വേറൊരു ധാരണയില്ല. നമുക്കൊന്നും ഒരു ധാരണയില്ല. ഇനി അങ്ങോട്ട് പോകണം എന്നുള്ള ധാരണയില്ല, എന്ത് ചെയ്യണം എന്നുള്ളൊരു ധാരണയില്ല. ഇത്ര കാലം ഇങ്ങനെ പള്ളിയിലെ മറ്റും ഒക്കെ കൊണ്ടുപോയി വെക്കാൻ പറ്റുമെന്ന് കരുതുന്നു. തീർച്ചയായും ജിൽസി സൈഫുദ്ദീൻ, അവരുടെ പ്രതികരണം നമുക്ക് ചങ്കുലയ്ക്കുന്നതാണ്. എന്ത് ചെയ്യും എന്നറിയില്ല. സാധന സാമഗ്രികളൊക്കെ എങ്ങോട്ട് കൊണ്ടുപോകും? താൽക്കാലികമായി എവിടേക്കെങ്കിലും മാറ്റി വെക്കാമെന്നുണ്ടെങ്കിലും എങ്ങോട്ടാണ് ഒരു സ്ഥിരമായ ഒരു പരിഹാരം ആ കാര്യങ്ങൾക്കില്ല എന്നുള്ളതാണ്. ഇവിടെ മറ്റൊരു മനോഹരമായ ഒരു കാഴ്ച കൂടി ഉണ്ട്. ഒരു കുട്ടിയും അവളുടെ പൂച്ചയും ഉണ്ട്. ഈ വീട് ഈ വലിയ ദുരന്തങ്ങളൊക്കെ സംഭവിച്ചപ്പോഴും അവർ രണ്ടാളും ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അവരെയും കൂടെ, മോളെ എങ്ങോട്ടാ പൂച്ചേനെ? ഒരു കുഞ്ഞും ഉണ്ടായിരുന്നല്ലോ ഇവിടെ.
രണ്ടാളെ എങ്ങോട്ട് മാറ്റൂ? ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് അവിടെ വെക്കും. ഈ അമ്മയും കുഞ്ഞും സേഫ് ആയിരുന്നു ഇന്നലെ? സേഫ് ആയിരുന്നു. ഇവരെ കൊണ്ടുപോയായിരുന്നു അങ്ങോട്ട്? ഇല്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ പേടിച്ചു പോയോ? എന്തെങ്കിലും സംഭവിച്ചു? പേടിച്ച് കുറച്ചായി. ഇനി എങ്ങോട്ടാ മാറ്റുക? ഞങ്ങൾക്ക് വേറെ വീട് കിട്ടുമ്പോ അതിന്റെ പുറത്ത് വെക്കും, അല്ലെങ്കിൽ അകത്ത് വെക്കും. എത്ര കുഞ്ഞുങ്ങളുണ്ട്? 3. 3 പേര്. 3 പേര് എവിടെ കാണിച്ചു തന്നെ? ഇവിടെ 3 പൂച്ചക്കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, അവയെ കാണാനില്ല ഇപ്പോൾ. ഒരു തള്ളപ്പൂച്ചയും 3 കുഞ്ഞുങ്ങളും ഈ കൊച്ചുകുട്ടിയും കൂടെ ഈ ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകാനുള്ള, വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പോകാനുള്ള ഒരു കൗതുകത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നുണ്ട്. നമ്മൾ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ ഇത്തരം വീട് മാറി താമസിക്കുന്നതൊക്കെ പിള്ളേർക്ക് വലിയ കൗതുകവും രസകരവുമായ അനുഭവമായിരിക്കും. പക്ഷെ മുതിർന്നവർക്ക് ആ നിലയിലല്ല. അതിന്റെ ദാരുണമായ സാഹചര്യം നമുക്ക് മനസ്സിലാക്കാവുന്ന